ഹായ് ഫ്രണ്ട്സ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വണക്കം. അപ്പം ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെല്ലി ഫാറ്റിനെ കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പം വയറിലെ കൊഴുപ്പ് മിക്കുള്ളവരും പ്രശ്നമാണ്. വയറിൽ അമിതമായിട്ട് കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് രണ്ട് സൈഡും തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയെ കൊണ്ട് അപ്പം ഒരുപാട് അതൊക്കെ ഭയങ്കര വൃത്തികേടാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഇൻഷർട്ടൊക്കെ ചെയ്യുമ്പോഴും അതുപോലെ ഡ്രസ്സൊക്കെ ഇടുമ്പോഴും ഇപ്പോൾ ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ അപ്പം അങ്ങനെ ബെല്ലി ഫാറ്റ് കയറി അടിഞ്ഞിട്ട് നമ്മളെ സൈഡൊക്കെ രണ്ട് സൈഡും കൊഴുപ്പ് കയറി അടിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഡ്രസ്സൊക്കെ നമുക്ക് മാച്ചിങ് അല്ലാതെയൊക്കെ വരാറുണ്ട്. ഭയങ്കര വൃത്തികേടൊക്കെ ആവാറുണ്ട്. ചിലവർക്കൊക്കെ ഭയങ്കര വൃത്തികേടാണ്. ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ഭയങ്കര ബോറിംഗ് ആണ്. അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ജിമ്മിൽ പോയി കുറേ കഷ്ടപ്പെടുന്നുണ്ട്. എനർജിയൊക്കെ കളഞ്ഞ് 2 മണിക്കൂർ കാർഡിയോ ഒക്കെ ചെയ്ത്, ചിലവരാണെങ്കിൽ 1 മണിക്കൂർ ഫുള്ള് കാർഡിയോ ചെയ്ത് വർക്കൗട്ട് ഹെവി ആയിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ട് ജിമ്മിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചെന്ന് വീണ്ടും വെട്ടി മെഴുകി കഴിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം എത്രയാണോ നിങ്ങൾ ഉരുക്കി കളഞ്ഞത് അതിൻ്റെ ഡബിൾ കലോറി പുറത്തു പോയി നിങ്ങൾ വീണ്ടും അത് തിരിച്ചെടുക്കുകയാണ്. ബോഡിയിലോട്ട് ഭക്ഷണം കഴിച്ച് തിരിച്ചെടുക്കുകയാണ്. അപ്പം ഈസി ആയിട്ട് നിങ്ങൾ ഫുഡിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ബെല്ലി ഫാറ്റ്, വയറിലെ കൊഴുപ്പ് പെട്ടെന്ന് കുറയ്ക്കാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങളിത് ഫോളോ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് റിസൾട്ട് പക്കയാണ്. വയറ് കുറയ്ക്കാൻ മാത്രം, ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ മാത്രം, വയറിലെ കൊഴുപ്പ് മാത്രം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജിമ്മിൽ പോയി കഷ്ടപ്പെടുന്നവരോട് എനിക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യമുള്ളൂ. നിങ്ങൾ വെറുതെ പോയി എനർജി കളഞ്ഞ് പൈസ കളഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണോ ബെല്ലി ഫാറ്റ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. വയറിൽ കൊഴുപ്പ് അടിഞ്ഞ് ലാസ്റ്റ് അത് യൂറിക് ആസിഡിൻ്റെ ഇഷ്യൂസ് വരെ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. കഴിക്കുന്ന ഫുഡൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ള ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ, അമിതമായിട്ട് വറുത്തതും പൊരിച്ചതുള്ള ഐറ്റങ്ങൾ, പിന്നെ ഒരുപാട് പഞ്ചസാര അടങ്ങിയ ഫുഡുകൾ, അപ്പം സീഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം കുറയ്ക്കുക. ഒഴിവാക്കാനല്ല, മാക്സിമം അത് കുറയ്ക്കുക. ഓക്കെ, അപ്പം ഞാനത് കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അത് ആണായാലും പെണ്ണായാലും ഇങ്ങനെയുള്ള വീഡിയോസ് അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം ഒരുപാട് വീഡിയോ ലാഗാക്കുന്നില്ല, വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം അതൊന്നും പറഞ്ഞ് ഒരുപാട് വീഡിയോ ലാഗാക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പം 5 ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പെട്ടെന്ന് വയറിലെ കൊഴുപ്പ്, ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ പറ്റുന്ന 5 ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്താൽ 100% റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ടിന് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. പക്കയായിട്ട് 2 മാസത്തിനകം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളെ വയറിൻ്റെ സൈഡിലെ ഫാറ്റ് കുറയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെറിയ എക്സസൈസുകളും ജിമ്മിൽ ചെന്നോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ചെറിയ വർക്കൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനേ ഉള്ളൂ. കാർഡിയോ ഒക്കെ ചെയ്യാനേ ഉള്ളൂ. നടക്കാനോ അല്ലെങ്കിൽ ഓടാനൊക്കെ പോവാം, ജോഗിങ്ങിന് പോവാം, സൈക്ലിങ്ങിന് പോവാം. അതിൻ്റെ കൂടെ തന്നെ ഈ ഫുഡും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. മാക്സിമം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് മാത്രം നിങ്ങൾ ഫുഡിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതോടെ നിങ്ങൾക്ക് മസിൽ ബിൽഡ് ചെയ്യാനും അതുപോലെ ഫാറ്റ് ബേൺ ചെയ്യാനും അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ, ഫിഷ്, പയറുവർഗ്ഗങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള ലീൻ പ്രോട്ടീൻ, അതൊക്കെ ലീൻ പ്രോട്ടീനാണ്. അങ്ങനെയുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് ഫാറ്റ് ബേൺ ചെയ്യും. അതുപോലെ നമ്മളെ ഇപ്പം വയറിൻ്റെ സൈഡിലൊക്കെ ബെല്ലി ആയിട്ടുള്ള ഫാറ്റുകളൊക്കെ, ഒരുപാട് ഫാറ്റുകൾ അടങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ബേൺ ചെയ്യാനും ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം ഇങ്ങനെയുള്ള ഫുഡുകൾ നിങ്ങളെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ലീൻ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ സെലക്ട് ചെയ്യുക. അപ്പം ഇതാണ് ഒന്നാമത്തത്. ഈ രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റാണ് നിങ്ങളുടെ ബോഡിയിൽ വേണ്ടത്. അപ്പം ഒരുപാട് പേര്, മിക്കുള്ളവർക്കും ബെല്ലി ഫാറ്റ് കൂടുന്നത് മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുകൾ അടിച്ചു കയറ്റിയിട്ടാണ് ഇങ്ങനെയുള്ള ബെല്ലി ഫാറ്റും ഭയങ്കരമായിട്ടുള്ള കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ അടിച്ചു കയറ്റിയിട്ടാണ് ഒരുപാട് വയറും ഓവറായിട്ടുള്ള വെയിറ്റ് ഒക്കെ കൂടി ഇങ്ങനെ നടക്കാൻ വയ്യാതെ രണ്ട് അടി നടക്കുമ്പോഴത്തേക്ക് പട്ടി അണയ്ക്കുന്ന പോലെ അണയ്ക്കുന്ന, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് അവർ കഴിക്കാത്തതുകൊണ്ട് മാത്രമാണ് അവർക്ക് അങ്ങനെ സംഭവിക്കുന്നത്. അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രമാണ്, ജങ്ക് ഫുഡും അവിടെ എവിടെയും പോയി വാരി വലിച്ച് അതും ഇതൊക്കെ ചപ്പും ചവറൊക്കെ കഴിക്കുന്നവർക്കാണ് ഇങ്ങനെയുള്ളതൊക്കെ കൂടുതൽ സംഭവിക്കുന്നത്. അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് അടങ്ങിയ ഫുഡുകൾ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. നെറ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കൊടുത്താൽ
നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഹെൽത്തി ഫാറ്റ് അടങ്ങിയ ഫുഡ് ഏതൊക്കെയാണെന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നോക്കി നിങ്ങൾ മനസ്സിലാക്കി കഴിക്കാൻ ശ്രമിക്കുക. അപ്പം ഹെൽത്തി ഫാറ്റിൽ നിങ്ങൾ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ട്സ്, സീഡ്സ്, അതുപോലെ ഒലിവ് ഓയിൽ, അവക്കാഡോ, ഇതൊക്കെയാണ് പെട്ടെന്ന് നമ്മളെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന ആഹാരമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മാക്സിമം ഉൾപ്പെടുത്തുക. അപ്പം ഇതാണ് രണ്ടാമത്തെ ടിപ്സ്. ഈ മൂന്നാമത്തെ ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബർ അടങ്ങിയ ഫുഡുകൾ. നിങ്ങളെ ഫുഡിൽ മാക്സിമം ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ ഉൾപ്പെടുത്തുക. അത് പച്ചക്കറി ആയിക്കോട്ടെ, വെജിറ്റബിൾ ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, എന്താണേലും നിങ്ങൾ ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ മാത്രം ഉൾപ്പെടുത്താൻ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. ഇനി നാലാമത്തെ ടിപ്സ് എന്ന് വെച്ചാൽ ധാരാളം വെള്ളം കുടിക്കുക. നമ്മളൊരു 2 ലിറ്റർ കുടിക്കുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ടു തുടങ്ങിയത് മുതൽ നിങ്ങളൊരു 3-4 ലിറ്റർ, 1 ലിറ്ററോ അല്ലെങ്കിൽ 1.5 ലിറ്ററോ കൂട്ടി കുടിക്കാൻ ശ്രമിക്കുക. 1 ലിറ്റർ കുടിക്കുന്നവരാണെങ്കിൽ അത് 2 ലിറ്റർ ആകും. പതിയെ അത് വെള്ളം കൂട്ടി വെള്ളം ഒരുപാട് ബോഡിക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം വെള്ളം ധാരാളം ബോഡിക്ക് കൊടുക്കുക. വെള്ളം ഒരുപാട് കുടിക്കുന്നതിലൂടെ നമ്മളെ മെറ്റബോളിസം വർദ്ധിക്കുകയും അതുപോലെ ബോഡിയിൽ വെള്ളത്തിന്റെ അളവ് നിൽക്കുകയും ചെയ്യുന്നു. അതിലൂടെ നമുക്ക് വെയിറ്റ് ലോസിന് ഒരുപാട് ഫാറ്റിലൂടെ നമ്മളെ ബോഡി പോവാതിരിക്കാൻ അത് സഹായിക്കുകയും ചെയ്യുന്നു. അപ്പം നിങ്ങൾ വെള്ളം ഒരുപാട് കുടിക്കുക. അതാണ് നാലാമത്തെ ടിപ്സ്. ഇനി അടുത്ത 5ാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് പഞ്ചസാര അടങ്ങിയ ഫുഡുകൾ, അതുപോലെ ഒരുപാട് ഉപ്പ് അടങ്ങിയ ഫുഡുകൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഇത് അമിതമായിട്ടുള്ള പഞ്ചസാരയും അമിതമായിട്ടുള്ള ഉപ്പും നിങ്ങളെ വയറിലെ കൊഴുപ്പ് കൂട്ടുന്നതിന് ഇത് സഹായിക്കുന്നു. അതുകൊണ്ട് ഓവറായിട്ട് ഇപ്പം എക്സ്റ്റേണൽ ആയിട്ട് നമ്മളിപ്പം കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന ഒരുപാട് ഉപ്പ് അടങ്ങിയതും അതുപോലെ പഞ്ചസാര അടങ്ങിയതും ഒരുപാട് അങ്ങനെ അടങ്ങിയിട്ടുള്ള ഫുഡുകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അത് കൊഴുപ്പ് കൂട്ടുന്നതിന് നിങ്ങളെ സഹായിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകാൻ, വർക്കൗട്ടും നിങ്ങളെ കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോവുകയാണെങ്കിൽ, കറക്റ്റ് രീതിയിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് പോകാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഈ അമിതമായിട്ടുള്ള ബെല്ലി ഫാറ്റിൽ നിന്ന് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മോചനം കിട്ടുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ഡൗട്ട്സുകളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.